welcome back to Maria's World. So, കുറച്ച് നേരം മുമ്പേ ഞാനൊരു യൂട്യൂബ് ഷോർട്ട് ഇടാനായിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗെറ്റ് റെഡി ചെയ്യാൻ പോവാണ്. സോ പ്രാക്ടിക്കലി ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന ഒരു സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് മാറ്റി എൻ്റെ അമ്മയുടെ ഇത് കാരണം എൻ്റെ അമ്മയാണ് ക്യാമറമാൻ. സോ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. സോ ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഊരണം. സോ നമുക്കത് ഊരിയിട്ട് ബണ്ണ് എനിക്ക് ചുരുട്ടിക്കിട്ട് വെക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ക്ലിപ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കും. ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പേ മുഖം കഴിയുന്ന സമയത്തൊക്കെ. സോ അപ്പോൾ നമുക്ക് ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് ഐലൈനർ കളയാൻ പോവാണ്. സോ അതെ, ഒരു ടിഷ്യൂ ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഈ ടിഷ്യൂനെ ഞാൻ ചുരുട്ടി കുഞ്ഞ് സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് ഐലൈനർ കുറച്ച് കളയാം. ഞാനൊരു കുഞ്ഞ് മേക്കപ്പ് ഒരുങ്ങിട്ടിരുന്നേ. സോ എൻ്റെ ഡാൻസ് വീഡിയോയും ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും അപ്ലോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതും പോയി കണ്ടോളൂ. സോ ഞാൻ അതൊരെണ്ണം മൊത്തത്തിൽ ഫുള്ളി ഉപയോഗിച്ചത് കാരണം വേറൊരു സെക്കൻഡ് വൺ അതെടുത്തത് തന്നെ ചുരുട്ടിയിട്ടാണ്. അത് കാരണം അതിൻ്റെ ഒരു ഷേപ്പ് അങ്ങ് മാറിയിട്ടുണ്ട്. സോ മായ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ കണ്ണിൽ കുറേ കൺവിഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണാടി നോക്കി എല്ലാം ഭയങ്കര പാടാണ് എൻ്റെ കണ്ണിന്ന് എടുക്കാനായിട്ട്. സോ അങ്ങനെ രണ്ടാമത്തെ ടിഷ്യൂ ഞാൻ കളഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ മൂന്നാമത്തെ ടിഷ്യൂ. സോ നമുക്കങ്ങനെ കഷ്ടപ്പാട് വിട്ട് നമ്മുടെ ഐലൈനർ നമുക്ക് കളഞ്ഞെടുക്കാം. നിങ്ങൾ വിചാരിക്കും എനിക്ക് കണ്ണൊന്നും വേദനെടുക്കുന്നതെന്ന്. കണ്ണ് വേദന എടുത്തിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ അതെന്തായാലും വർക്കാവാത്തുണ്ട്. അപ്പോൾ എനിക്കൊരു ഒരു പുതിയ ഐഡിയ കിട്ടി. സോ ഇങ്ങനെയാണ് ടിഷ്യൂ പേപ്പറിനെ ഞാൻ മടക്കി എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇച്ചിരി പോലും വെള്ളം അതിലിങ്ങനെ തുടച്ച് നനഞ്ഞെടുക്കുക. ഇങ്ങനെ നനച്ച ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് കളയാം. അതെ, ഇപ്പം അങ്ങനെ സോ വേറൊരു ടിഷ്യൂ പേപ്പർ അങ്ങനെ ചുരുട്ടി നനച്ചെടുക്കുകയാണ്. പിന്നെ നേരത്തെ ഡ്രൈ ആയതുകൊണ്ട് ഭയങ്കര വേദനയെടുക്കായിരുന്നു. നനച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത്രയും വേദനയില്ല. കണ്ണതായിരിക്കും നോക്കി കഴിച്ചിട്ട് കാണാനായിട്ട് നല്ല ഫണിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും പണിയായിട്ടില്ല. ഒട്ടും പോണില്ല. പണിയൊരു സംശയം. നമുക്ക് മുഖം ഒന്ന് കഴുകി നോക്കാം. കണ്ണ് ഞാൻ എൻ്റെ മുഖം മൊത്തത്തിൽ കഴുകാൻ പോകാം. കഴുകി നോക്കാൻ പോവാം നമുക്ക്. ഇതിനകത്ത് ഞാൻ ക്രീം ഇട്ടതുകൊണ്ട് ക്രീമും പോകാതിരിക്കും. ഞാൻ ക്രീം പോകും. മുഖം കഴുകണം. അതുകൊണ്ട് മൊത്തത്തിൽ കഴുകാൻ പറ്റുന്നത്.
എനിക്കൊന്ന് തുടച്ചപ്പോൾ പോകുന്നുണ്ട് ഗൈസ്. അതെ, തുടച്ചപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണാടി നോക്കിയ നമുക്കങ്ങനെ മുടിയെല്ലാം തുടച്ച് കൈയെല്ലാം തുടച്ചെടുക്കാം. നമുക്ക് എൻ്റെ മുടിയും കൂടെ തുടച്ചെടുക്കാം. മുടിയും കൂടെ നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കഴുത്തൊന്ന് നനച്ചെടുക്കാം. കഴുത്തിൽ പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ മുഖത്തിൻ്റെ ഡേർട്ടും മൊത്തം എല്ലാം കൂടെ കാണും. ഒന്ന് കഴുകിക്കളയുമ്പോഴത്തേക്കും. സോ വേറൊരു കാര്യം, നമുക്കിനി നമ്മുടെ ലിപ് കളയാം. ലിപ്സ്റ്റിക്ക് ഇത് എനിക്ക് ഇടുന്നതിനെക്കാട്ടി മായ്ച്ചുള്ള ഒത്തിരി ഇഷ്ടപ്പെട്ടു. കളറ് ഇത് കണ്ട പിങ്കിഷ് കളറാ. സോ അങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ തീർന്നിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ തണുത്തുകൊണ്ട് ഉപയോഗിക്കുന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് തുള്ളത്തി കഴുകാൻ നോക്കിയാൽ എൻ്റെ മുഖം പൊള്ളുന്നു. ഇപ്പം എടുത്തത് എൻ്റെ വാറുള്ളി. കുറച്ച് ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല. നമുക്ക് അത് നമ്മുടെ പുറത്ത് വെച്ചിട്ടൊന്ന് കഴുകാം. നമ്മൾ ഇതെൻ്റെ ഡെയിലി റുട്ടീനാണ്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂളിൽ പോകുന്നതിന് മുമ്പേ രാവിലെയും രാത്രിയും സ്കൂളിൽ നിന്ന് വന്നിട്ടും രാവിലെ രാത്രി ഒന്നും ചെയ്യില്ല. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോയില്ലെങ്കിൽ രാവിലെ എഴുതിയിട്ട് പണിയിച്ചിട്ട് പിന്നെ രാത്രി ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ UDS എല്ലാം ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞില്ല. നമുക്കത് നമ്മുടെ പാൻഡയുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഫേവറേറ്റ്. നമുക്കിങ്ങനെ എടുത്തത് എന്തായാലും എൻ്റെ ഗെറ്റടി വീഡിയോയിൽ ഞാൻ അങ്ങനെ ഇടുന്നൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. കാരണം രാത്രി ഇതുണ്ട് പെട്ടെന്ന് എടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ജസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഫൈനൽ ടച്ചാണ്. ഇത് മേക്കപ്പ് ആണെന്ന് വിചാരിക്കുന്നവർക്ക് അല്ല, ഇത് മേക്കപ്പ് അല്ല. നമ്മൾ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്ന ഹൈഡ്രേഷൻ ഗ്ലോവും ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഞാൻ കേസ് ഓർക്കുന്നത് ആദ്യം ഞാനിട്ട ക്രീം എൻ്റെ കഴുത്തിൽ കൂടെ ഇടണ്ടായിരുന്നു. അതിന് ഞാൻ കഴുത്തും കൂടെ കഴുകിയത് ഇടാൻ പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് എൻ്റെ ചിന്ത നന്നായിട്ട് തോർത്തിട്ട് ഇതേതെടുത്ത് നന്നായിട്ട് വീണെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെന്തെങ്കിലും ചെയ്യണം. സോ അങ്ങനെ എൻ്റെ ഗെറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണൂരിലേക്ക് നന്നായിട്ടൊന്ന് സുഖിച്ച് എൻ്റെ ഫാമിലിയുടെ കൂടെ പോകാൻ പോവാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.
Ta-ta. Don't forget to like, subscribe and share. Ta-ta.